ഞാനിപ്പോൾ കല്ലേറ്റെങ്കിൽ വന്നിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴിയുടെ അവിടെ. അപ്പോൾ അവിടെ ഒരു ചായക്കടിയുണ്ട്. ഒരു ചായ കുടിക്കാന്നുള്ള ലെവലിൽ അങ്ങോട്ട് നോക്കിയപ്പോൾ അങ്ങോട്ട് കിടക്കാനുള്ള വഴികളൊന്നും കാണാനില്ല. കാരണം വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് ബൈക്കുകൾ വെച്ചേക്കാണ്. നമുക്കൊന്ന് അങ്ങോട്ട് കിടക്കാം. ചേട്ടൻ എങ്ങനെയാണ് കിടക്കുക? ഒരു മിനിറ്റ്. ഇവിടൊക്കെ നിറച്ച് ബൈക്കാണ്. ഈ ചേട്ടൻ്റെ കടയിലേക്കൊന്ന് പോണെങ്കിൽ ചേട്ടാ, അപ്പോൾ ഇവിടെ ഈ ബൈക്കുകൾ വെക്കാനായിട്ട് നിന്നെ സമ്മതിച്ചതൊക്കെ ഇപ്പോൾ PWD റോഡായിരുന്നു. പക്ഷെ ഇവിടെ ഗേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അത് മൂടിപ്പോയി. അല്ല, എന്നാലും ഇപ്പോൾ ചേട്ടന് പറഞ്ഞൂടെ ഇവിടെ കടയിലേക്ക് കിടക്കാൻ വഴിയില്ല. കടയിലേക്ക് കിടക്കാനുള്ള വഴി ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് റോഡല്ലേ, അത് നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കേണ്ട അനുവാദം. ഇത് ആരുടെ ബൈക്കുകള്? ഇത് ബൈക്കിൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാന്നുള്ളതും ഒക്കെയാണ് കൊണ്ടുപോയി വെക്കുന്നത്. അവര് ഹാൻഡ് ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഹാൻഡ് ലോക്കാണ്. ഇപ്പൊ ഇത് റെയിൽവേ സ്റ്റേഷന്റെ അവിടേക്ക് കയറാനുള്ള റെയിൽവേ സ്റ്റേഷന്റെ അവിടേക്ക്, അതായത് കല്യാണിയുടെ നിവാസികൾക്ക് റെയിൽവേ ഗേറ്റ് എടുത്ത് കളഞ്ഞതിന്റെ ഭാഗമായിട്ട് റെയിൽവേ അനുവദിച്ചു തന്നിട്ടുള്ള നടപടി കൂടിയാണത്. അതല്ല മാത്രമല്ല, ഇതിന് മുമ്പും ഈ ട്രെയിനിൽ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് ട്രെയിനിൽ വെച്ചിട്ട് അറ്റാക്ക് സംഭവിച്ചു. ഒരു വഴിയിലും മുഴുവൻ ആംബുലൻസ് കൊണ്ടുവന്ന് ഇടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോഴും ഇതുപോലെ തന്നെ ഇനി സമയം എപ്പോ വേണമെങ്കിലും ഇതുപോലെ കച്ചവടം ബാധിക്കുന്നുണ്ട്. യാത്രക്കാർ ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ തന്നെ പല ആളുകളും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഒരു വലിയ സങ്കടകരമായൊരു കാര്യം. കാരണം വെച്ചാൽ അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു ചായക്കടയും വെച്ചിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ മുഴുവൻ വണ്ടികൾ ഇവിടെ നിരത്തി കൊണ്ടുവച്ചേക്കണ കണ്ടില്ലേ? കല്ലേറ്റുകര ജംഗ്ഷൻ്റെ മുഴുവൻ ഭാഗത്തും ഈ കടയുടെ മുന്നിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന ഭാഗത്തും മുഴുവൻ വണ്ടികൾ, സ്കൂട്ടറുകൾ കൊണ്ട് വണ്ടികൾ വെച്ച് മനുഷ്യനെ ഒരു ഹാൻഡിക്യാപ്ഡാണ്. ഇത് ഈ ആളെ അദ്ദേഹത്തിൻ്റെ അല്ലേ? ഇവിടെ ഒരു പെട്ടിക്കട ഉണ്ട്. ഇവിടെ ഒന്നും ഒരാൾക്ക് വന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം വെച്ചാൽ എല്ലാം ബൈക്കുകളാണ്, നിറച്ച് ബൈക്കുകൾ വെച്ചേക്കാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അത് കടയുടെ മുമ്പിലൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ അവരെന്തിട്ട് പറയുന്നത്? അപ്പൊ ആ കടയുടെ മുമ്പിൽ വെക്കുമ്പോ നിങ്ങൾക്ക് പറഞ്ഞൂടായിരുന്നു. അവര് വെച്ച് ഓടി പോകും. അത് പിന്നെ ഹാൻഡ് ലോക്ക് വെക്കുന്നത് മൊബൈലിൽ നോക്കി ട്രെയിൻ എത്തുന്ന സമയം എത്രയെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ടൈം നോക്കി വന്നു കഴിഞ്ഞിട്ട് വെച്ചിട്ട് ഓടി കയറി വണ്ടി കയറി പോകുന്ന സിസ്റ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് പരിഹാരം കാണണം. ഇതിന്റെ ആരുടെ അധികാരികളും ആരോട് പറയേണ്ടത്? ചെയ്യേണ്ടത് പഞ്ചായത്തിന്റെ PWD ഭാഗത്തു നിന്നൊക്കെയാണ് നടപടി ഉണ്ടാവേണ്ടത്. കാര്യങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നടപടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പഞ്ചായത്തിന്റെ ഒരു 4-5 വാർഡിന്റെ ജോജോ സാറോട് നമുക്ക് പ്രത്യേകമായിട്ട് പറയാം. ഞാനത് ആളെന്റെ നല്ലൊരു ഫോളോവറാണ്, ഞാൻ ആളോട് പറയാം. ഓക്കെ, പേടിക്കണ്ടൊക്കെ. ഇപ്പൊ ഈ ബൈക്ക് ഇവിടെ വെക്കലും നമുക്ക് നിരോധിക്കണം. കാരണം വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങള് വേറെയൊക്കെ ഉണ്ടെങ്കിലും അവിടെ അല്ലേ പേ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാർ ഇവിടെ കൊണ്ടുവച്ച് അതെ കുറച്ച് നാൾ മുമ്പ് നമുക്ക് അറിയാവുന്ന കല്ലേറ്റിങ്ങര ബൈക്കുകൾ തന്നെ കത്തിയത്. അപ്പം എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അധികാരികളൊന്നും കണ്ടില്ല എന്ന് വെക്കരുത്. നന്ദി, നമസ്കാരം. ഈ റോഡിലേക്ക് ഇറക്കി വെച്ചിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വണ്ടി. അതിപ്പോ ഞാൻ ഈ കടയിലേക്ക് വരാൻ തന്നെ അതിന്റെ ബൈക്കുകളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് വന്നത്. എന്തായാലും ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും യാത്രക്കാർക്കൊക്കെ കടന്നു പോകാനും ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാ വണ്ടികൾ വന്ന് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും കൂടെ അല്ല. അത് മറ്റേ ബൈക്ക് അല്ലാതെ മറ്റേ കാറുകൾ, ആംബുലൻസ്, RMSന്റെ വണ്ടി പോകുന്നതാണ്. RMSന്റെ ലഗേജ് എടുക്കാനൊക്കെ അതിന് വേണ്ടിയുള്ള പ്ലേസ് ആണ്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഇവിടെ പാർസൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും പാർസലിന് വണ്ടി വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. വലിയ ഹാൻഡ് ലോക്ക് ഇട്ട കാരണം ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് അതിൻ്റെ അധികാരികൾ നമ്മൾ കാണാൻ ഇടയിൽ വരും. അപ്പോൾ നമുക്ക് ഓക്കെ, താങ്ക് യു ചേട്ടാ. ചേട്ടൻ്റെ പേര്? ദിഷാർ. ദിഷാർ. ഓക്കെ.